ഇത്രയൊക്കെ വികാരങ്ങൾ മനസ്സിലുണ്ട്. കൊള്ളാം. എന്നാ നീ ഒരു കാര്യം ചെയ്യും. ഏതായാലും അവള് ബാംഗ്ലൂർ പോകുമല്ലോ. നീ അത്രയും നാള് അവള് പിരിഞ്ഞു നിൽക്കും. അത്രയും ദിവസം നിനക്ക് അവളെ കാണാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോ നീ തന്നെ ആലോചിക്കും നിനക്ക് അവൾ ആരായിരുന്നു എന്ന്. അപ്പൊ നിനക്കൊരു ഉത്തരം കിട്ടും. നീ നന്നായി ആലോചിക്കും. എന്നാ ഞാൻ പോട്ടെ. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനാ ഞാൻ വന്നേ. പക്ഷെ ഇപ്പോ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കേണ്ട അവസ്ഥയാ എനിക്ക്. എന്നാ ശരി, ഞാൻ പോട്ടെ. എനിക്ക് മാളുവിനെ ഇഷ്ടമല്ലേ? മീനുട്ടി പോയടാ, അവളെ കാണുന്നില്ല. അതെങ്ങനെ എനിക്കറിയാനാ? ഇത്രയും നേരം ഞാൻ നിന്റെ കൂടെ അല്ലായിരുന്നു. മാളും ചെന്നു ഇവിടെ ദേ വരുന്നുണ്ട്. എന്താണ് സംസാരിച്ചോണ്ട് നിൽക്കുന്നേ? പോകുന്നില്ലേ? അല്ല, ഞാൻ നിങ്ങളെ കാത്തു. ആ, എന്നാ പോ. അല്ല, മാളു, മീനു അവള് പോയിന്നാ തോന്നുന്നേ. അവരുണ്ടായിരുന്നു കൂടെ. ആര്? അവളുടെ ഫ്രണ്ട് രാകേഷ്. അവനുണ്ടായിരുന്നു? അല്ല, അതെങ്ങനെ മാളിനെ അറിയാം? ഞാൻ ദേ ഇപ്പൊ സംസാരിച്ചിട്ട് വന്നതേ ഉള്ളൂ. അവരിറങ്ങി. ഓ, അപ്പൊ ഞാൻ കണ്ടില്ല. അല്ല, അവനെവിടെയാ താമസിക്കാൻ പോകുന്നേ? അതെനിക്കറിയില്ല. ഞാൻ സംസാരിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന. അതെന്താടാ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ വരുന്നേ. മാളു, അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. എടാ വരണേ. എന്താടാ? ഒന്നുമില്ല, ഞാൻ വെറുതെ. എടാ ചന്തു, ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നോട്ടെ നിൽക്കാൻ വേണ്ടിട്ട്. അതിനെന്താടാ? നീ അതിനൊക്കെ ചോദിക്കുന്ന എന്തിനാ? അല്ലടാ, ഇപ്പോ ഓൾറെഡി അവനുണ്ടാവുമല്ലോ. അപ്പൊ ഞാനും കൂടെ ആവുമ്പോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായ? എനിക്കെന്താ ബുദ്ധിമുട്ട്? എടാ വെറുതെ ചോദിച്ചതാ. അങ്ങനെ ആണേ കൊള്ളാം. എന്നാ നീയും പോരൂ നമ്മുടെ ഒന്നിച്ച്. അയ്യോ, ഞാനില്ല. എന്നേ എനിക്ക് വീട്ടിൽ പോണം. അതെന്താടോ പതിവില്ലാതെ ഒരു വീട്ടിൽ പോക്ക്? എന്താന്നറിയില്ല, ഇന്ന് വീട്ടിൽ പോണം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം. നിങ്ങള് പോ. എന്തേലാവട്ടെ. എടാ വരണേ. നീ ഇപ്പൊ വരുന്നുണ്ടോ അത് വീട്ടിൽ പോയിട്ട് വരുവാണോ? ഇല്ലടാ, ഞാൻ ഏതായാലും വീട്ടിൽ പോയിട്ടാ വരുന്നത്, അമ്മയോട് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിടാ. പിന്നെ ചന്തു, അവന്റെ മേലൊരു കണ്ണ് വെക്കണേ. ഓ, അത് പറ. നിനക്ക് അതാർന്നല്ലേ സംശയം? ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, ആയിക്കോട്ടെ. എന്താണ് ചന്തു വരൻ പറഞ്ഞത്? ഒന്നുമില്ല. അവൻ ചിലപ്പോ വീട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓ, അതാർന്നു. അതിനെന്താ, വരട്ടെ. നീ എന്തുദ്ദേശത്തില അവിടെയൊക്കെ പോകുന്നേ? ചന്തു അങ്ങനെ പറഞ്ഞതൊക്കെ. എന്നാലും മീനുട്ടിയുടെ മനസ്സിൽ ഞങ്ങളോട് കുറച്ച് ദേഷ്യമില്ലേ? നീ എന്തെന്ന് പറഞ്ഞിട്ട് അവളുടെ മുമ്പിൽ നിൽക്കാൻ പോകുന്നേ? അതൊന്നും ഓർത്ത് അമ്മ പേടിക്കേണ്ട. അവിടെ ഇപ്പം അവൾ ഒഴികെ ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടാണല്ല. സോ എനിക്ക് അവളോട് സംസാരിക്കാൻ ആരുടെ അനുവാദമൊന്നും വേണമെന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ പിണക്കൊന്ന് മാറ്റട്ടെ അമ്മേ. എടാ, ഞാൻ അതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ. അവക്ക് എന്നെ കണ്ടപ്പോ തൊട്ട് എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെയാ എനിക്ക് തോന്നിയത്. അതൊക്കെ മാറ്റാൻ ഞാൻ എന്താടാ ചെയ്യാ? അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. പക്ഷെ ഇപ്പൊ എനിക്കൊരു തടസ്സമായിട്ടുള്ളത് വന്ന് ചേർക്കാനാ. അവനാണെങ്കിൽ മീനുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുവോ. അവൻ എനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. എന്താ ചെയ്യണ്ടെന്ന് അറിയുന്നില്ല. എടാ ചേർക്ക, നിനക്കിപ്പോ അവനെ കൊല്ലാനുള്ള ദേഷ്യമുള്ള പോലെയുണ്ട്. എന്താടാ പറ്റിയേ? അമ്മക്ക് അറിയാലോ എനിക്ക് അവളെ ഇഷ്ടമാണ്. അപ്പൊ അവളിങ്ങനെ വേറൊരാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്തു ആണെങ്കിൽ അവനോട് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് അധികം ദേഷ്യം വരത്തില്ലേ? ഇന്ന് വന്ന് ആ ചെറുക്കനോട് അത്രമാത്രം ക്ലോസ് ആവണെങ്കിൽ അവൻ ആരാവക്ക്? എടാ മോനെ, നിനക്കറിയാലോ അവക്ക് നിന്നെയാ ഇഷ്ടമെന്ന്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അമ്മക്ക് പറഞ്ഞാ മനസ്സിലാവുന്നില്ല. അവളിപ്പോ ദേഷ്യത്തിലല്ലേ, അതുകൊണ്ട് അവൾ എന്തെങ്കിലും വിചാരിച്ചു പോയാലോ? പെട്ടെന്ന് എങ്ങാനും അവളുടെ മനസ്സ് മാറിയിട്ട് എന്നോട് ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്ത് എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ആ ചെറുക്കൻ വന്ന് കയറിയിരിക്കുന്നത്. അവനോട് എന്തെങ്കിലും തോന്നിയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ചെറുക്ക, നീ വല്ലാണ്ട് ചിന്തിക്കുന്നുണ്ടേ. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. പറയാറില്ലേ എഴുതാപുറം വായിക്കാൻ പാടില്ലാന്ന്. എന്നിട്ട് നീ എന്തിനാ? അമ്മ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താന്നറിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാ ഇപ്പൊ വിചാരിക്കുന്നേ. എനിക്ക് എന്താ പറ്റിയേ? ഇതിനെ ജലസ് എന്ന് പറയും. എനിക്ക് ജലസൊന്നുമില്ല.
ഓ, കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. എടാ, വെറുതെ മിണ്ടാതെ നിൽക്ക്, സമാധാനായിട്ട് സംസാരിക്ക്. അല്ലെ നീ വേറെ എന്തെങ്കിലും ചെയ്തു പോകും. എനിക്ക് നിന്നെ കാണുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഓരോന്ന് ആലോചിച്ച് കൂട്ടി വെറുതെ എന്തെങ്കിലും ചെയ്യാൻ പോ, എന്നിട്ട് അവസാനം നീ തന്നെ റിഗ്രറ്റ് ചെയ്യും. അതുകൊണ്ടാ. അമ്മ, ഒരമ്മയുമില്ല. വേഗം പോയി കുളിച്ച് റെഡി ആയിട്ട് പോകാൻ നോക്ക്. അല്ലാണ്ട് ഇവിടെ ചലിച്ചോണ്ട് നിൽക്കണ്ട. അച്ഛൻ ഇപ്പൊ വരും. വേഗം കുളിച്ചിട്ടോ. ഫുഡ് എടുത്ത് വെക്കട്ടെ ഞാൻ. ഞാൻ എന്താ ചെയ്യാ? അവളെ എങ്ങനെയാ ഞാൻ സംസാരിപ്പിക്കാം? പിള്ളേർ ഇത് ഇപ്പൊ തുടങ്ങിയതാ ഈ സംസാരം. ഒന്ന് നിർത്ത്, മതി. എന്തെങ്കിലും കഴിക്കാന്നേ വാ. മാതാശ്രീ പറഞ്ഞാൽ അതിനൊരു മറുപടിയില്ല. അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ വരാം. നിനക്ക് ഒരു മാറ്റമില്ല അല്ലേ? ചികിത്സിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. അമ്മ നോക്കി. മീനുട്ടി, എന്താടി ഇത്? എടാ, അവളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്കും ചിലതൊക്കെ അങ്ങനെ തോന്നി. ഞാൻ കളിയാക്കിയതല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇല്ല, എനിക്ക് മനസ്സിലായി. എല്ലാരും കൂടി എനിക്കിട്ട് താങ്ങുവാന്ന്. ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാനാരാ? അതെ, നീ ആരാ? ഓ, അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിലും നമുക്കൊന്നും ആരുമില്ലല്ലോ. മാളച്ചി, ഇവനെ പിടിച്ച് പുറത്താക്കിയേ. എനിക്ക് വയ്യ ഇതിന്റെ കൂടെ ജീവിക്കാൻ. ആരുടെ കൂടെ ജീവിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നേ? ആ, ഇതാര്? വരുണോ? എന്താ മോനെ, സുഖമല്ലേ? ആ അമ്മേ, സുഖം. അല്ല, നിങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഓ, അത് ഈ മീനുട്ടി രാകേഷിന്റെ കൂടെ ജീവിക്കുന്ന കാര്യാ പറഞ്ഞത്. എന്താടാ? ഓ ചന്തു, എന്താടാ ഇത്? എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലേലും നിനക്കൊന്നും മനസ്സിലാവില്ല. ഞാനല്ലേടാ നിന്നോട് പറഞ്ഞത്. നീ അത് കേട്ടോ? നിന്നൊക്കെ നീ എന്ത് പറഞ്ഞ കാര്യം ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ അമ്മ ഉണ്ടായി പോയി. ഇല്ലേ ഞാൻ നിന്നൊന്ന്. എന്താ പിള്ളേരെ നിങ്ങൾ ഈ മാറി നിന്ന് സംസാരിക്കുന്നേ? എനിക്ക് വയ്യ. മീനുട്ടി, മതി, നിർത്ത്. വന്നപ്പോ തുടങ്ങിയ സംസാരം മതി. ഇനി എന്തേലും കഴിച്ചിട്ടാവാം. മാളു, രണ്ടാളും ഇങ്ങോട്ട് വന്നേ. ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യും, നമുക്ക് കഴിക്കാം. ആമാ, ശരി. മീനുട്ടി, നിന്നെയും കൂടിയാ വിളിച്ചേ. ഓ, ആ, ഞാൻ പോവാ. നീ വരുന്നുണ്ടോ? എന്താടി, അവിടെ വല്ല സമ്മേളനം നടക്കുന്നുണ്ടോ? എല്ലാരും പോയിട്ട് അവൻ ഇവിടെ നിന്നോട്ടെ, നീ പോ. അതിന് ഞാൻ ചന്ദ്രേട്ടനോട് ഒന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലേലും ഓരോന്ന് കേട്ടിട്ട് പറഞ്ഞു പോകുന്നതാ. ഈ പെണ്ണ്. അങ്ങനെ വല്ലവരും സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കല്ലേ. എനിക്കത് ഇഷ്ടമല്ല. ഓ, ആയിക്കോട്ടെ. അല്ലേ ഞാൻ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളിക്കോളാം. ഒന്ന് പോവേനെ. ചന്ദ്രേട്ടാ. ഓ, രണ്ടുപേരും ഒന്ന് നിർത്ത്. എടി കൊച്ചെ, നീ ഒന്ന് പോയേ. നിന്നെ അമ്മയല്ലേ വിളിച്ചേ? ഓ ചന്തു, നീ എന്റെ കൂടെ വാ. ഇവിടെ ഇപ്പൊ എന്താണ്ടേ? ഇവനെന്തിനാ ദേഷ്യപ്പെടുന്നേ? മീനു, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ആ പുള്ളി ദേഷ്യപ്പെട്ടത് എന്തിനാന്ന് എനിക്കെന്താ അറിയാം. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇടപെടണം? എന്താന്ന് വെച്ചാ കാണിച്ചോ, ഞാൻ പോവാ. ഇവക്കെന്താ പറ്റി? ഞാനതിന് എന്ത് കാണിക്കാനോ? ഒന്നുമില്ല ഏട്ടാ, പേടിക്കണ്ട. അവക്ക് അങ്ങനെയാ. അല്ല, ചേട്ടനെ പരിചയപ്പെടാൻ വിട്ടുപോയി. എന്താ പേര്? ഓ, നല്ല കാര്യം. വന്നപ്പോ തൊട്ടേ അവളോട് മാത്രമേ നീ സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങളോടും കൂടി സംസാരിച്ചിരുന്നേ ഞങ്ങൾ പരിചയപ്പെടാറുള്ളൂ. അതിപ്പോ പോട്ടെ. എന്റെ പേര് ചന്തു എന്നാ. ഏതായാലും നിനക്കെന്നെ ചന്തു എന്ന് തന്നെ വിളിക്കാം. പിന്നെ അവളോട് കൂടുതൽ എടുക്കാൻ നിൽക്കല്ലേ, അത് നല്ലതല്ലാന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇതിപ്പോ എന്താ വാണിംഗ് ആണോ? അല്ല, അതിന് അവളോട് അടുത്ത ഇയാൾക്ക് എന്താ? അല്ല, ഇയാളാരാ? എന്തൊക്കെയോ ഉണ്ട്, എനിക്കൊന്നും അറിയില്ല. എങ്ങനെ അറിയാനാ? അവള് പറയണ്ടേ, പിന്നെ എങ്ങനെ ഞാൻ അറിയാനാ? അല്ലേലും അവള് താമസിക്കുന്ന വീടെന്ന് പറഞ്ഞ് കയറി വന്നതല്ലേ. ഇവിടുത്തെ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ലല്ലോ. എല്ലാം ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇല്ലേ തന്നെ ഇതൊരു ഭീഷണിയാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല. ചോദിക്കണം. എടാ വരുണേ, നീ എന്തിനാ എന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നത്? നീ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആടാ, നിനക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? എടാ, ഞാൻ നിന്നോട് കോളേജിൽ എന്താ പറഞ്ഞേ? അവന്റെ മേലെ ഒരു കണ്ണ് വേണമെന്നല്ലേ? എന്നിട്ട് നീ എന്താ കാണിക്കുന്നേ? അവള് അടുത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ഒന്നും ചെയ്യാതെ നിന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം നിനക്ക് വലുതും മനസ്സിലായി.
അവര് തമ്മിൽ ഒന്നിച്ച് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നിട്ട് നീ എന്താ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ആരോടാ പറയുന്നത്? ഒന്നും കേൾക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളോടൊന്നും പറഞ്ഞേക്ക്. എന്റെ ക്ഷമയുടെ നെല്ലിപ്പല്ലൊക്കെ അടിച്ചു പോയേക്കോ. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. അവൾ ഓരോന്ന് കാണിക്കുന്നത് കാണുമ്പോഴേ എന്റെ കൺട്രോൾ പോയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അത്രയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. വെയിറ്റ്. അല്ല, നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അല്ല, നിനക്കെന്താ നിനക്ക് ലൈസൻസ് തന്നിട്ടുണ്ടോ? അവളുടെ എല്ലാ കാര്യങ്ങളും നിനക്ക് ഇടപെടാമെന്ന്. അവൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവള് ചെയ്യുകയും ചെയ്യും. അതിന് നീ ഇടപെടേണ്ട ആവശ്യമില്ല. നീ പറയുന്നത് കേട്ടാ അവള് നീയും തമ്മിൽ സെറ്റായിട്ട് ഓൾറെഡി എന്തൊക്കെയോ നടന്നു കഴിഞ്ഞു. അതിന്റെ പേരിലാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. അവള് നിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ എന്ത് ധൈര്യത്തിലാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അതല്ല, അങ്ങനെയല്ല. എന്നാലും നിനക്കറിയാലോ എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്കും എന്നെ ഇഷ്ടമാണ്. എന്നിട്ട് എന്റെ മുമ്പിൽ തന്നെ അവൾ ഇങ്ങനെ കാണിക്കുമ്പോ എനിക്ക് ദേഷ്യം വരാതിക്കോ? നിനക്ക് ദേഷ്യം വരുന്നു, അല്ലാണ്ട് അവക്കല്ല. എടാ, ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അവളിപ്പോ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അവനോട് സംസാരിച്ചത്? എടാ, അവളുടെ ക്ലോസസ്റ്റ് ഫ്രണ്ടാന്നാ എനിക്ക് മനസ്സിലായത് ഇതുവരെ സംസാരിച്ചതും വെച്ചിട്ട്. അവനുമായിട്ട് അവൾക്ക് നല്ലൊരു ബന്ധമുണ്ട്. വെറുതെ നീ ഇടയിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അവള് നല്ല ദേഷ്യപ്പെടും. പിന്നെ അതോർത്ത് നിങ്ങൾ തന്നെ റിഗ്രറ്റ് ചെയ്യും. എന്തിനാ വെറുതെ? അവള് ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അവള് നോർമലായിട്ട് അവനോട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ തന്നെയാ ബിഹേവ് ചെയ്യുന്നുള്ളത്. നീ അതിനെ വേറെ രീതിയിൽ ചിന്തിക്കാതെ നിന്നാൽ മതി. അവര് തമ്മിൽ ഒന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രം. ഓക്കെ, സമ്മതിച്ചു, അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണ്. ബട്ട് അവളെന്തിനാ എന്നെ ഇഗ്നോർ ചെയ്യുന്നേ? ഇവിടെ വെച്ച് നടന്ന സംഭവം കഴിഞ്ഞിട്ട് അവൾ എന്നോട് മിണ്ടിയിട്ടേ ഇല്ല. എന്നെ ഇഗ്നോർ ചെയ്തിട്ട് അവനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് മനസ്സിലാകത്തോണ്ടല്ല. എനിക്ക് വിഷമമുണ്ട. ഓക്കെ, നീ വിഷമിക്കല്ലേ, ഞാൻ പറഞ്ഞതാ. എടാ, നീ ഇപ്പൊ കുറച്ച് അധികം ഓവറായിട്ടാ ദേഷ്യപ്പെടുന്നേ. എങ്ങനെ നീ എന്തേലും ദേഷ്യപ്പെട്ട് അവളോട് പെരുമാറിയ അവള് പിന്നെ അതോർത്ത് നിന്നോട് എന്തേലും പറയും. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ചെയ്തിട്ട് വിഷമിക്കും. അതിന് മുമ്പ് തന്നെ ഞാനൊരു വാണിംഗ് തരുന്നത്, നീ വെറുതെ എല്ലാം ഇങ്ങനെ ഈ ചെയ്യല്ലേ. ആടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താന്ന് അറിയില്ല, അവളങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അതുകൊണ്ടാ. സോറി. നീ സോറി ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പൊ നീ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പറഞ്ഞത്. ഇത് മനസ്സിൽ വെച്ചോ. ഓക്കെ, എന്നാ എന്തെങ്കിലും കഴിക്കാം. ഞാൻ കഴിച്ചിട്ടാ വന്ന്, അമ്മേനെ നിർബന്ധിച്ചിട്ടാ കഴിപ്പിച്ചു. അതിനെന്താ, അത് കഴിച്ചിട്ട് കുറെ നേരമായില്ലേ, ഇനി എന്നും കൂടി കഴിക്കാം. എന്താ എന്റെ കൂടെ? അത് വേണോ? അതെന്താടാ വേണ്ടാത്തെ? എടാ, അവിടെ അവര് രണ്ടുപേരും സംസാരിക്കുമ്പോ എനിക്ക് വീണ്ടും ദേഷ്യം വന്നാലോ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നീ വന്നേ. വാടാ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ? ഇനി റൂമിൽ പോയി കിടക്കാം. മാളു, നീ ഒന്ന് രാകേഷിന് മുറി കാണിച്ചു കൊടുക്ക്. ശരി അമ്മ. രാകേഷ് വാ. മാളച്ചി ഇവിടെ ഇരിക്കെ, ഞാൻ പോവാ. ശരി, നീ പോ. എടാ ചന്തു, കണ്ടോ? അവളെങ്ങനെ അവന്റെ കൂടെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നേ? എല്ലാത്തിനും അവള് തന്നെ എന്തിനാ? എന്താടാ നിനക്ക്? ഒന്നുമില്ല മോനെ, നിനക്ക് റൂം അറിയാലോ. എന്നാ എല്ലാരും പോയി കിടന്നു. ചന്തു വരും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ വരണേ, ഒന്നും ആലോചിക്കാണ്ട് പോയി കിടക്ക്. ഇവളെന്താ ഇതുവരെ വരാത്തത്? സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഇവക്ക് എന്താ ഇത്രയും മാത്രം സംസാരിക്കാനില്ല?